1.5 ലക്ഷം വരെ മുടക്കാൻ തയ്യാറുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. 1.25-1.5 ലക്ഷം വരെ മുടക്കാൻ തയ്യാറുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ വലിയ ഹെവി പശുവൊക്കെയാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ, കാരണം വീഡിയോ കോളിലൂടെ വിളിച്ചു ഏകദേശം പ്രസവിക്കുന്നൊക്കെ ഒരു തോന്നിയ അവരെനിക്ക് അഡ്വാൻസ് ഇട്ട് തരും. അപ്പൊ ഒരു ദിവസം നിർത്ത്, അല്ലെങ്കിൽ 2 ദിവസം നിർത്ത്, അല്ലെങ്കിൽ 4 ദിവസം നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മൾ ആ കസ്റ്റമറിന്റെ ഇതിനനുസരിച്ച് ചിലർ നിർത്തി അതിനുള്ള തീറ്റച്ചെലവും കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നിർത്തും. അപ്പൊ അതിന് എത്ര വില എന്ന് പറഞ്ഞാൽ അവര് അത് നോക്കുന്നില്ല. ഇപ്പൊ പാലാണ് കൂടുതൽ ആളുകൾ നോക്കുന്നത്. കാരണം ഒത്തിരി ന്യൂജൻ ആൾക്കാർ ഈ ഫാമിലോട്ട് ഇപ്പൊ വരുന്നുണ്ട്. പുതിയ പുതിയ പശു വളർത്തലിലേക്കും ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് അവര് നോക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഫാം ചെയ്യേണ്ടത് എല്ലാം നമ്മുടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. A to Z ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു 20 ലിറ്ററെങ്കിലും ഒരു പശുവിന് കിട്ടണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഫാം വിജയിക്കാൻ പറ്റൂ. അതൊക്കെ പറയുന്നത് കൊണ്ട് ഇപ്പൊ എല്ലാവരും 20 ലിറ്ററിൽ താഴെയുള്ള ഒരു പശുവിനെ സെലക്ട് ചെയ്യുന്നില്ല. ശരി, നമുക്ക് ഈ ഷെഡ് വയ്ക്കുന്ന പശുക്കളെല്ലാം കൊടുക്കാനുള്ളതാണോ? അല്ല, ഇതൊക്കെ ഇപ്പൊ നമ്മള് പാർട്ടി വന്ന് അവർക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നത്, വാങ്ങിച്ചു നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പൊ വെയിലാണല്ലോ, ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പൊ കയറ്റാൻ പറ്റുള്ളൂ. വൈകുന്നേരത്തേക്ക് നമ്മുടെ കേരളത്തിലെ പല ഫാമുകളിലോട്ട് പോകുന്ന പശുക്കളാണ്. ഇവൻ കച്ചവടക്കാരും എടുത്തിട്ടുണ്ട്, ഫാമുകാരും വന്ന് എടുത്തിട്ടുണ്ട്, വീട്ടുകാരും ഉണ്ട്. അതായത് കച്ചവടക്കാർക്ക് പറ്റുന്ന പശുക്കളുണ്ട്, ഫാമുകാർക്ക് വലിയ ഫാമുകാർക്ക് പറ്റുന്നുണ്ട്, സാധാരണ വീട്ടുകാർക്കുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താവുന്ന രീതിയിലുള്ള പശുക്കളാണ്. ഈ പ്രസവിച്ചതൊക്കെ പ്രസവിക്കുന്നതിന് മുന്നേ അവര് നമ്മുടെ അഡ്വാൻസ് ഒക്കെ തന്ന് നിർത്തി. പ്രസവിച്ചു കഴിഞ്ഞു 2 ദിവസം ഞാൻ പ്രസവിച്ച അപ്പൊ തന്നെ ഞാൻ കയറ്റാൻ അനുവദിക്കില്ല. കാരണം അവരുടെ ഹെൽത്തിന് ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം നമ്മളെല്ലാം പഠിച്ചിട്ട് വരുന്നതാണ്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു, ഇപ്പോഴത്തെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല, എല്ലാം നമ്മൾ പഠിച്ചു വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് 350 കിലോമീറ്റർ താണ്ടി വരുന്ന പശുക്കളെ വീണ്ടും ഒരു 100-200 കിലോമീറ്ററും കൂടി കൊണ്ടുപോകാൻ പറയുമ്പോ താഴെ വീഴും. ഇല്ല, നമ്മളാണെങ്കിലും പറ്റുമോ? ഇപ്പൊ ഞാൻ കൃഷ്ണഗിരി പോയി ഇവിടെ എത്തി, ഞാൻ മിണ്ടാതെ പോയി കിടക്കും. അപ്പൊ അതുപോലെ ഇപ്പൊ ഇവർക്ക് പറയാൻ പറ്റും എനിക്ക് ഇത്തിരി ഫാൻ ഇട്ടതാ, എനിക്ക് ഇത്തിരി AC ഇട്ടതാ, പോയി കിടക്കട്ടെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അതെ, നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നൊക്കെയായിട്ട് പ്രസവിച്ച കുട്ടികളാണ്. അതെ അതെ, കുട്ടികളാണ്. ഇതൊക്കെ ഇതിനകത്ത് പത്രം ഷെഡിനകത്ത് പത്രമുണ്ട്. ഷെഡിനകത്ത് ഇപ്പൊ ഒരു 10-12 വിചാരിക്കും വെളിയിലത്തെ പശുക്കളാന്ന് വിചാരിക്കും. പക്ഷെ വെളിയിലത്തെ എല്ലാം കണ്ടല്ലോ, ആ നിൽക്കുന്ന പശുക്കൾ അതുപോലെ ഉണ്ട്. ഇത് ഷെഡിലെ മാത്രം പശുക്കളാണ്. ഏകദേശം 30-ലധികം പശുക്കളാണ് ഈ പ്രാവശ്യം 2 വണ്ടിയിലായിട്ട് നമ്മുടെ സ്മിത കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അതിൽ പകുതി തന്നെ നേരത്തെ അവിടെ വെച്ച് കൃഷ്ണഗിരിയിൽ നിന്ന് തന്നെ കച്ചവടമായി. ബാക്കിയുള്ള കുറച്ച് പശുക്കളുണ്ട്. ഇനിയിപ്പോ എന്താ പോകുന്നത് കൃഷ്ണഗിരി? ഇനിയിപ്പോ ഈ പശുക്കളൊക്കെ കയറ്റി കഴിഞ്ഞാൽ പോകും. നമ്മളൊരു വീക്ക് 2 പ്രാവശ്യമെങ്കിലും പോകുന്നുണ്ട്. എക്സാം ആയത് കാരണം മാത്രം എനിക്ക് കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടായി. ബാംഗ്ലൂരിൽ എക്സാം കഴിഞ്ഞ് വരുന്ന വഴിക്കാൻ അവിടുന്ന് നേരെ ഇറങ്ങി കൃഷ്ണഗിരിയിൽ ഇറങ്ങി പശുക്കളെ വാങ്ങിച്ചിട്ട് ഞാനും പശുക്കളും കൂടെ ഒരുമിച്ചാണ് ഇങ്ങോട്ട്. ഇനിയിപ്പോ ഒരു 6 മാസം നാട്ടിൽ തന്നെ ഇനിയിപ്പോ 6 മാസം നാട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പശുക്കളെല്ലാം കണ്ടല്ലോ. ഇതെല്ലാം തന്നെ എത്രാമത്തെ കറയുള്ള പശുക്കളെ ഈ കാണുന്നല്ലോ? എല്ലാം സെക്കൻഡ് ആണ്. പിന്നെ അത് 1-2 എണ്ണമൊക്കെ ഫസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇത്രയും എക്സ്പീരിയൻസ് കൂടുതൽ ആൾക്കാർ എത്രാമത്തെ കറവേ ചോദിച്ചിട്ടുള്ളൂ? എന്റെ അടുത്ത് ഇവിടെ അധികം വരുന്നത് 2ാമത്തെ പ്രസവം ചോദിച്ചിട്ടാണ് വരുന്നത്. ഒരു ഇപ്പൊ 100 പശു കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 80 പശുവും 2ാമത്തെ ഇതിൽ വരുന്നതാണ്. പിന്നെ ഒരു 10%, 12% ഫസ്റ്റ് ലാക്ടേഷൻ ചോദിച്ചു വരും. അതും കഴിഞ്ഞിട്ടുള്ള ഒരു 8% മാത്രമാണ് 3, 4, 5 ഒക്കെ ചോദിച്ചു വരുന്നുണ്ട്. ബഡ്ജറ്റ് ഇല്ലാത്തവരാണ്. പക്ഷെ അങ്ങനത്തെ ഇപ്പൊ പാല് കിട്ടുമായിരിക്കും. പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒരുപാട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മുൻപ്, ഞാൻ ബ്രോക്കറായി വന്നിട്ട് ഇതിലോട്ട് വന്ന ആളാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ പശുക്കളെ വേണമെന്ന് പറയുമ്പോൾ ഇപ്പൊ കസ്റ്റമറിന്റെ താല്പര്യമാണല്ലോ നമുക്ക്. അപ്പൊ നമ്മൾ പോയിട്ട് അങ്ങനത്തെ വാങ്ങിച്ചു കൊടുത്ത് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വന്നിട്ടുണ്ട്. കാരണം ഇതിപ്പോ നമുക്ക് വാങ്ങിച്ചു കൊടുത്ത് ആ വീട്ടുകാരെയും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ അവർക്ക് 40-45 പശു കൊടുക്കുക പറയുമ്പോ ഇതുപോലത്തെ വലിയ ഇപ്പൊ താനക്കുട്ടി പോലത്തെ പശുക്കൾ അല്ലെങ്കിൽ ഇതുപോലെ നല്ല വലിയ ആരോഗ്യമുള്ള പശുക്കളൊന്നും 40-45 കിട്ടില്ല. കാരണം ഇപ്പൊ അവർ ഏത് കച്ചവടക്കാരായാലും ഏത് ബ്രോക്കറായാലും എവിടെ പോയിട്ടാണെങ്കിലും വാങ്ങിക്കുമ്പോൾ നല്ല വിലയുണ്ട്. ഇപ്പൊ നേരത്തെ പോലെ അല്ല, എനിക്ക് എവിടെയെങ്കിലും പോയാൽ എനിക്കൊരു 1000 രൂപ കിട്ടണം എന്ന രീതിക്ക് നമുക്ക് വേഗം കച്ചവടമാക്കാൻ പറ്റില്ല. ഇത് ഇവിടെ കൊണ്ടുവരണം, കൊടുന്ന് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കണം. 10 ദിവസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവരുടെ തീറ്റ പണിക്കാരന് കൊടുക്കണം. ഇതിപ്പോ പശു 10-30 എണ്ണ ആയപ്പോ അവ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല പറഞ്ഞു. ഇപ്പൊ 2 ആളായി അവര്.